ഞാനൊരു വെറ്റിനറി സർജനാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു ക്യാൻസർ സർവൈവറും വിഷാദത്തിൻ്റെ പല അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരാളും കൂടെയാണ്. പ്രൊഫഷണലി പറയുകയാണെങ്കിൽ 2014 എനിക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച വെറ്റിനറി സർജനുള്ള സംഘടനയുടെ അവാർഡ് കിട്ടിയായിരുന്നു. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കടുത്ത വിഷാദത്തിലേക്ക് വഴുതി വീണു. അത് കഴിഞ്ഞിട്ട് ക്യാൻസറും വന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി എന്താ എനിക്കിങ്ങനെ വന്നത് എന്ന്. ചികിത്സയോടൊപ്പം തന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ അതിന് വേണ്ടിയുള്ള ഗവേഷണങ്ങൾ നടത്തി. ഞാൻ അതിനെ അതിജീവിച്ചു. ഇപ്പോഴും മരുന്നുകളുണ്ടെങ്കിലും എനിക്കറിയാം അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. എന്നിട്ട് കഴിഞ്ഞ വർഷം വീണ്ടും എനിക്ക് കേരളത്തിലെ മികച്ച വെറ്റിനറി സർജനുള്ള അവാർഡ് കിട്ടി, രണ്ടാം തവണ. പക്ഷേ ഈ രണ്ടാമത്തെ അവാർഡിന് മാധുര്യം ഏറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അനുഭവങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തണം. അപ്പോൾ സർവൈവൽസ് മാത്രമേ വെറും ഒരു സർവൈവൽ സ്റ്റോറി അല്ല, അതിനെ ശാസ്ത്രീയമായി ഞാൻ ആസ് എ ഡോക്ടർ ഞാൻ ആ 2 രോഗങ്ങളെയും ശാസ്ത്രീയമായി പഠിച്ച് ശാസ്ത്രീയമായി ഒരാൾ ഇത് വരാതെ എങ്ങനെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം, വന്നാൽ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണം, വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ശ്രദ്ധിക്കണം, ആ രീതിയിൽ വളരെ ശാസ്ത്രീയമായി അതിനെ പഠിച്ച് അതും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബുക്ക് എഴുതുകയാണ്. ഇല്ല, ഓഗസ്റ്റ് 15-നാണ് അതിന്റെ കവർ പേജ് പ്രകാശനം. അത് കഴിഞ്ഞിട്ട് നവംബറിൽ മിക്കവാറും ബുക്കിന്റെ പ്രകാശനം ഉണ്ടാവും. അപ്പൊ അതിനു മുന്നേ ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ഇവിടെ വന്ന് എല്ലാവരുടെയും പ്രസംഗങ്ങൾ കേൾക്കാനും വിഷാദത്തിലേക്ക് പോകാനുള്ള കാരണം എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടായോ ജീവിതത്തിൽ? അതായത് ഉണ്ടായി. അത് നമ്മുടെ ബോധമനസ്സല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിൽ ഉറങ്ങിക്കിടക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം എൻ്റെ ബോധ മനസ്സിൽ ഞാൻ ഇതിനെ എല്ലാം മാനേജ് ചെയ്യുന്നു എന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ ഉപബോധ മനസ്സിൽ അത് ഉറഞ്ഞുകൂടുകയും അതെൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് നമുക്കറിയാൻ പറ്റില്ല അത്. എന്നിട്ട് ഒരു നാൾ അത് ഡിപ്രഷൻ, അതും സൂയിസൈഡൽ ടെൻഡൻസി വരെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ സാധാരണഗതിയിൽ നടക്കുന്ന ഈ ആത്മഹത്യകളൊക്കെ വിഷാദരോഗത്തിന്റെ ഒരു എൻഡിംഗ് ആണല്ലേ? തീർച്ചയായും അതെ. എനിക്ക് വിഷാദം ഡയഗ്നോസ് ചെയ്ത സമയത്ത് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അങ്ങനെ രക്ഷപ്പെട്ടത് ഞാൻ ചികിത്സ ആരെങ്കിലും നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാനോ അല്ല, ശരിക്കും എനിക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കിട്ടി. അതായിരുന്നു എന്റെ ഒരു ഭാഗ്യം. തീർച്ചയായിട്ടും നമ്മളെ ഈ പെൺകുട്ടികൾ ചെയ്യേണ്ടത് ഇങ്ങനെ വിഷാദം അനുഭവിക്കുമ്പോൾ നമ്മൾ നേരെ ഇറങ്ങി പോകണം. അതുപോലെ തന്നെയല്ല ഈ വിഷാദത്തെ പറ്റി അധികം ബുക്കുകളൊന്നും ഇറങ്ങാത്തതിന്റെ പ്രധാന കാരണം തനിക്ക് വിഷാദമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മടിയാണ്. പക്ഷെ ഞാനതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വിഷാദം വന്നത് എന്റെ തെറ്റുകൊണ്ടല്ല. ഞാൻ ചോദിക്കുന്നത് മാഡത്തിന് എത്ര മക്കളുണ്ട്? എനിക്ക് 3 മക്കളാണ്. 3 മക്കളുണ്ട്. ആ മാഡം ഈ വിഷാദ രോഗത്തിന്റെ ഭാഗമായിട്ട് തെറ്റായിട്ടൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഈ 3 മക്കളുടെ കാര്യം അതെ. പക്ഷേ അങ്ങനെ ഒരു തെറ്റായ തീരുമാനം ചിലപ്പോ എന്റെ രോഗം മൂർച്ഛിച്ചിരുന്നെങ്കിൽ സംഭവിച്ചേനെ. പക്ഷെ അതിന് മുന്നേ എനിക്കത് കണ്ടെത്താൻ പറ്റി. മാത്രമല്ല നമ്മളത് അതുകൊണ്ടുണ്ടാക്കുന്നത് നമ്മുടെ ജീവിച്ചിരിക്കുന്ന അച്ഛൻ, അമ്മ, അവർക്കെല്ലാം തീരാ ദുഃഖം. അതെ. എന്റെ അച്ഛൻ, ഞാൻ ആദ്യമായി എനിക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടായി. ഞാൻ ഒരിക്കൽ അറ്റംപ്റ്റ് ചെയ്തു. അപ്പൊ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് അങ്ങനെ തോന്നുമ്പോൾ നീ ഞങ്ങളെ പറ്റി ഓർക്കണം, ഞങ്ങളുടെയൊക്കെ മുഖങ്ങൾ ഓർക്കണം, നിന്റെ മക്കളെ ഓർക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഈ അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ അന്നേരം അതൊന്നും ഓർക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ പതിയെ ഒത്തിരി നാളത്തെ ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ ആ സമയത്ത് എനിക്ക് വല്ലാത്ത സ്ട്രെസ്സാണല്ലോ, ബോഡിയാണല്ലോ ഇതെല്ലാം താങ്ങുന്നത്. അങ്ങനെ ക്യാൻസർ വന്നപ്പോഴത്തേക്ക് അതങ്ങ് ഒരുമാതിരി ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് ആയി. അപ്പൊ ആ കീമോയുടെ ഇടയിൽ ഞാൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചിത്രരചന പഠിച്ചു. 46-ാമത്തെ വയസ്സിൽ ഞാൻ ചിത്രരചന പഠിച്ചു. വീട്ടിൽ വന്നിരുന്ന ഒരു സാറ് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ പോർട്രേറ്റ് ഒക്കെ ആൾക്കാർക്ക് വരച്ചു കൊടുക്കും. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പം തന്നെ അടുത്തുള്ള അതുല്യയുടെ മരണം, വിവഞ്ചിക, അതുപോലെ ഷൈനി, ഇസ്മോൾ, അഡ്വക്കേറ്റ്, ഇവരുടെയൊക്കെ ഇതെല്ലാം വിഷാദത്തിന്റെ ഭാഗമാണ്.
അതെ അതെ ഇവരുടെ കുടുംബം തീർച്ചയായും അനുഭവിക്കുന്ന വേദന അതെ, അതൊന്ന് അതെ. ഷെയർ ചെയ്യണം ഞാൻ. അതെ, കാര്യം ഇവരുടെയൊക്കെ കുടുംബങ്ങൾ നമ്മുടെ നാട്ടില് ഇപ്പോഴും ഒരു എന്താ പറയാ ഒരു മോശം കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ച് ആ കുട്ടി കുറെ വേദനകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും? ഞങ്ങൾക്ക് താഴെ വേറെ കുട്ടികളുണ്ട്, അവരെ ഇതാക്കണ്ടേ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇത് ഈ പെൺകുട്ടിക്കും അറിയാം. അപ്പൊ പലപ്പോഴും എന്താ ചെയ്യുക, പെൺകുട്ടികൾ വീടുകളിൽ പോലും ഇത് പറയില്ല. അഥവാ പറയുന്നവരാണെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറേ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ഭയങ്കര പ്രശ്നമാണ്. കുറേ നാൾ ചിലപ്പോൾ ഇവർ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ അങ്ങനെ അവരറിയാതെ വിഷാദരോഗത്തിന് അടിമപ്പെടും. പക്ഷെ അവർക്കത് വിഷാദരോഗമാണ് തനിക്കെന്ന് മനസ്സിലാക്കിയാൽ അതെ ഓടി രക്ഷപ്പെടാൻ എവിടെന്തെങ്കിലും പറ്റും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനൊരു മെഡിക്കൽ സൈഡ് ആയതുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നത് നോർമൽ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ തന്നെയാണ് എൻ്റെ മോനോടും എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞത് സംതിങ് ഈസ് ഹാപ്പനിങ് ടു മീ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ ആദ്യം കണ്ടത്. അദ്ദേഹം ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ട്രീറ്റ്മെൻറ്റ് പിന്നെ സൈക്കാട്രിസ്റ്റുമാർ. ഇപ്പോഴും എനിക്ക് സൈക്കോളജിസ്റ്റുമാരുടെ സേവനം ആവശ്യമില്ല. ഞാൻ തന്നെ ഒരു സൈക്കോളജിസ്റ്റ് ആയ ലക്ഷണം ഇപ്പം ആൾക്കാർക്ക് അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ അതിജീവിച്ചു വന്നത്. അതെ എനിക്ക് ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ വർഷത്തെ അവാർഡ് കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, ശാസ്ത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ അപ്പൊ ഇനി എന്റെ വഴി സാഹിത്യമാണ്. സാഹിത്യം നമുക്ക് ഒത്തിരി മനസ്സമാധാനം തരുന്നുണ്ട്. പിന്നെ തീർച്ചയായും തന്നെയല്ല, ഇങ്ങനെയുള്ള ഒരു രോഗിക്ക് നമ്മുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വരിക. കാര്യം ഞാനിത് പുറം ലോകത്തിൽ 10 പേരോട് പറയുമ്പോൾ ശരിയാണ്, ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. അതിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ജയശ്രീക്ക് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്ന് വെച്ചാൽ ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിരുന്നു. അപ്പോൾ എല്ലാം പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ വന്നു. ഈ കഴിഞ്ഞ ദിവസവും എന്നോട് ഒരാൾ ചോദിച്ചു, സെൽഫ് എസ്റ്റീം കൂടിയത് കൊണ്ടാണോ ഇങ്ങനെ വന്നത്? ഞാൻ പറഞ്ഞ അല്ല, സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇല്ലായിരുന്നു എനിക്ക്. ഞാനിങ്ങനെ അതെ, എനിക്ക് എന്നെ തന്നെ ഒരു വലിയ വിലയൊന്നും ഇല്ല. കാര്യം എനിക്ക് ഒത്തിരി അവാർഡുകളും അംഗീകാരങ്ങളും കിട്ടുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ എനിക്ക് ഭയങ്കര ഇതായപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ട് ചാക്കിക്കിട്ട് ഒളിപ്പിച്ചു വെച്ചു. വീടിൻ്റെ ഇതിൽ നിന്ന് സ്വീകരണ മുറിയിൽ നിന്ന് ഞാൻ ഇതെല്ലാം എടുത്തു മാറ്റി. അത് കഴിഞ്ഞ് എനിക്കിതൊന്നും കാണണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്ന് വെച്ചാൽ കർഷകർക്ക് സേവനം കൊടുക്കുന്ന ഒരു 10-68 വീഡിയോസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഫാമേഴ്സുമായിട്ട് സംസാരിക്കുന്നതും അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ, പക്ഷെ എല്ലാം തിരിച്ചു പിടിച്ചോട്ടോ. ഇപ്പൊ യൂട്യൂബ് ചാനലുണ്ട്, ഫാമേഴ്സിന് ഉള്ള വിവരങ്ങൾ അതിലൂടെ പറയുന്നു. ഇപ്പൊ വീണ്ടും PRO ആയി എന്നെ ഡിപ്പാർട്ട്മെന്റ് നിയമിച്ചു. ഇപ്പൊ ബാക്കിയല്ല, ഇപ്പൊ പുസ്തകം എഴുതാൻ തുടങ്ങുന്നു, ചിത്രരചനയുണ്ട്. എൻ്റെതായ ഏറ്റവും വ്യത്യാസം വന്നത് എന്തിലാന്നറിയോ, ഞാൻ പണ്ട് സാരിയും ചുരിദാറും അല്ലാതെ ഒരു വേഷം അണിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ജീൻസ് ടോപ്പ് എല്ലാം. അത് കഴിഞ്ഞിട്ട് 3 വിദേശയാത്ര നടത്തി. ഇപ്പൊ അടിച്ചു അതെ അതെ അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു പുസ്തകമാക്കി എഴുതിയാല് നമുക്ക് കാര്യം ഇതിനകത്ത് എന്റെ കുറെ ബ്ലണ്ടറുകളും തമാശയും ഇതാക്കാനൊക്കെ ഉള്ളതുണ്ട്. അതെന്ന് വെച്ചാലേ പണ്ടൊരു വിസ്മയുടെ ഇഷ്യൂ ഓർമ്മയുണ്ടോ? അപ്പൊ ഈ വിസ്മയുടെ ഇത് വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ട്രിഗർ വന്നത്. കാര്യം വെച്ചാൽ വിസ്മയുടെ സംഭവം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയായി. അപ്പൊ പല ആൾക്കാരും പറഞ്ഞു, കണ്ടില്ലേ എന്തൊക്കെയാണ് ഒരു പെൺകുട്ടി മാനസികമായി എന്തെങ്കിലും വിഷമിച്ചു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയൊക്കെ ഇടപെടണം എന്നുള്ള. പക്ഷെ ആ പെൺകുട്ടികളുടെ നിസ്സഹായാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഞാനും ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ചു, പലതരത്തിൽ. വിസ്മയുടെ രീതിയിലല്ലെങ്കിലും പല രീതിയിൽ സ്ട്രഗിൾ അനുഭവിച്ചു. അപ്പോഴൊന്നും പുറമേ ബോൾഡായ ഞാൻ ഇതെനിക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ ചെയ്തത് എന്താണെന്നറിയോ, പേഴ്സണൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പുറത്തെ പോരായ്മ നമ്മൾ അപ്പുറത്ത് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യും. അതായത് പ്രൊഫഷനിൽ ഞാൻ അങ്ങേയറ്റം ഉയർന്നു, അതേസമയം ഇപ്പുറത്തെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ബിഗ് സീറോ ആയിരുന്നു.
അങ്ങനെയാണ് ഡിപ്രഷൻ ആയത്. ഇപ്പൊ പക്ഷെ രണ്ടും എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മാഡം പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, അല്ല അച്ഛൻ പറഞ്ഞു, മോളെ നീ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നീ എൻ്റെ അമ്മയുടെയും മക്കളുടെയും മുഖം ഓർത്തോണം. ശരിയായിട്ട് നമ്മൾ വിഷാദ രോഗത്തിലേക്ക് പോകുന്ന ഓരോരുത്തർക്കും പറ്റുന്ന ഒരു ക്ലാസ്സാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ടീച്ചറിന്റെ ഡോക്ടറുടെ പുസ്തകം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വായിച്ചിരിക്കണം. കാരണം അതിനകത്ത് നമ്മളൊക്കെ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പം അതുല്യയുടെ പ്രശ്നം പറഞ്ഞാൽ അതുല്യയുടെ വീട്ടുകാർ അവളെ വിളിച്ചോണ്ട് വന്ന് ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുത്ത് ഇവൻ വന്ന് സ്വാധീനിച്ച് അവൻ കൊണ്ടുപോയപ്പം അച്ഛനും അമ്മയും പറഞ്ഞു ഇനി നീ മേളിട്ട് വഴക്കുണ്ടാക്കി വരരുത്. പക്ഷേ അതുകൊണ്ട് പിന്നെ അവൾക്ക് വരാൻ വയ്യാതായി. ഇവൾക്ക് ഈ സങ്കടങ്ങൾ പിന്നെ പറയാൻ വയ്യാതെയായി. ഇവള് പ്രേമിച്ച് കെട്ടിയ പോലെ ആയിപ്പോയി. എന്നുവെച്ചാൽ നമ്മുടെ സമൂഹം ഒത്തിരി മാറാനുണ്ട്. അതോടൊപ്പം പക്ഷെ നമ്മളപ്പം പെൺകുട്ടികൾ പോകുമ്പോൾ നമ്മൾ പറയാം നീ ഒന്നുകൂടെ നോക്ക്, പറ്റില്ല നീ അതുപോലെ തിരിച്ചു. അതെ അതെ അതെ, അങ്ങനെ പറയണം. അങ്ങനെ പല സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ധൈര്യം കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ പോലും കുട്ടികളെ ഓർത്തും മറ്റ് സാഹചര്യങ്ങളെ ഓർത്തും പലർക്കും പല ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ നിൽക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എങ്ങനെയായാലും അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾ ഇതിനെപ്പറ്റിയൊക്കെ ബോധവാന്മാരാണ്. ആരും സഹായത്തിനില്ലെങ്കിലും ഞങ്ങൾ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്ന് പെൺകുട്ടികൾ പഠിക്കുന്നിടത്തെ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ. വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.